ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞു. ഇനി ന്യൂ ഇയറിൻ്റെ വരവാണ്. പുതുവർഷത്തിനായി ഇനി വിരലിലെണ്ണാവുന്ന നാളുകൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ കൊച്ചിയാണ് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഏറ്റവും പേരുകേട്ട ഇടം. എങ്ങനെയാണ് കൊച്ചിയിലേക്ക് ഈ ആഘോഷം കേന്ദ്രീകരിച്ചത്? അതൊന്നറിയണ്ടേ? ആയിരത്തി 1984 തുടങ്ങിയ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് 42ാമത്തെ തവണയാണ് ഫോർട്ട് കൊച്ചിയിൽ ഈ പുതുവത്സരാഘോഷത്തിന് വേദിയാകുന്നത്. പരമ്പരാഗത കലകൾ ഉൾപ്പെടെ എല്ലാം കൂടി സമന്വയിച്ചാണ് ഈ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി ഈ പുതുവത്സര ആഘോഷം സംഘടിപ്പിക്കുന്നത്. പുതുവത്സര ആഘോഷം ലോകം മുഴുവൻ നടത്തപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ആഗോള തലത്തിൽ മനുഷ്യർ അതിർത്തികളില്ലാതെ ആഘോഷിക്കുന്ന ഒരു പരിപാടിയിൽ ഇന്ത്യയിൽ കൊച്ചിയിൽ മാത്രമേ സംഘടിതമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിയുള്ളൂ. നമ്മളൊരു ആഗോള നഗരവുമാണ് നമ്മൾ. ഫോർട്ട് കൊച്ചിയും ഒരു പരമ്പരാഗത നഗരമാണ് പൈതൃകം. അപ്പോൾ ചെറിയ റോഡുകളും സൗകര്യങ്ങളൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. അതിനകത്ത് ജനത്തിനെ ലിമിറ്റ് ചെയ്ത് ഇത് ഈ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന പരിപാടിയല്ല. പപ്പാഞ്ഞി വളരെ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ വലിയൊരു ആർട്ടിസ്റ്റാണ് ഇത് ചെയ്യണത്. അയാൾ അനിൽ എന്ന് പറയും. അയാൾ അത്രയും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു പപ്പാഞ്ഞി ഉണ്ടാക്കണം. 50 അടിയായിട്ട് ഞങ്ങൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ചെയ്യാത്ത പോലത്തെ ഒരു സോൾജർ പോലത്തെ ഒരു ചെറിയ ലുക്കിൽ അങ്ങനെ ചെയ്യാനാണ്, ഇറ്റാലിയൻ സ്റ്റൈലിൽ അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശം. 29 രാത്രി അപ്പ് ചെയ്യാനുള്ള തീരുമാനം. ഫോർട്ട് കൊച്ചിയുടെ ചെറിയ ഇടങ്ങളിൽ തുടങ്ങിയ കുഞ്ഞു കുഞ്ഞു പുതുവത്സരാഘോഷ നിമിഷങ്ങൾ പിന്നീട് അത് വലിയ വലിയ ആഘോഷങ്ങളായിട്ട് മാറി. ഇന്ന് കാണുന്ന പരേഡ് ഗ്രൗണ്ടിലെയും ഇക്കാണുന്ന വെളി ഗ്രൗണ്ടിലെയും ഒക്കെ വലിയ ആഘോഷങ്ങളാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 23-ാം തീയതി ആഘോഷങ്ങൾ തുടങ്ങിയതാണ്. 25-ാം തീയതിയാണ് ആഘോഷങ്ങൾ നമ്മളൊന്നും ഭയന്നുപോയത്. ഏകദേശം ഒരു 1,00,000 പേർ ഈ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ്. പോലീസ് നമുക്ക് തന്ന നിർദ്ദേശങ്ങളെല്ലാം നമ്മളിപ്പോൾ പാലിച്ചിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ അകത്ത് 38 മുതൽ 50 ക്യാമറ ഇരിക്കുകയാണ്. ഒരു 3 മെഡിക്കൽ ടീം നമ്മുടെ കൂടെ ഉണ്ടാവും. വിദേശികൾക്ക് വേണ്ടി മാത്രം പോലീസ് നിർദ്ദേശിച്ച പ്രത്യേക പൗലീൻ ഉണ്ടാവും. ആ പൗലീനിൽ നിന്നിട്ടായിരിക്കും വിദേശികളെല്ലാം ഡാൻസ് ചെയ്യുകയും ഇതിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു സംഘടനയുടെ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, പരമാവധി 10 മണിക്കുള്ളിൽ വന്ന് കയറിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, സ്വാദികറിയ എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ ഉണ്ട്. അത് അയൽക്കൂട്ടങ്ങളാണ്. ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് അകത്തേക്ക് വരേണ്ടതില്ല. കേരളത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണങ്ങളായിരിക്കും അന്ന് കൊടുക്കുന്നത്. സഫീഷ്യൻ്റ് ആയിട്ട് ഉണ്ടാകുകയും ചെയ്യും. എനിക്ക് ആ കുടുംബശ്രീയിലോട് അവരുടെ ആ കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ആണ്. ഓരോ ഇടത്തും മത്സരിച്ചാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. കണ്ടില്ലേ, സെൽഫി പോയിന്റുകളടക്കം. ഇവിടെ റൊണാൾഡോയുണ്ട്, തൊട്ടപ്പുറത്ത് മെസ്സിയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് സാൻ്റയുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സെൽഫി പോയിന്റുകൾ അടക്കമാണ് വെളി ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ളത്. ലോകം പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ആഘോഷവും ലോകത്തിൻ്റെ നെറുകയിൽ അടയാളപ്പെടുത്താറുണ്ട്. ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് പുത്തൻ പ്രതീക്ഷകളുമായി ലക്ഷക്കണക്കിന് പേരാണ്. അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ആഘോഷം നമുക്ക് സാധ്യമാക്കിയാൽ നല്ലൊരു പുതുവർഷമായിരിക്കും നമുക്ക് മുന്നിലുണ്ടാവുക. ജോയ് സിയാറിനൊപ്പം ശ്യാമപ്രസാദ് തമ്മൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.